നമസ്കാരം. Nctv വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സൈക്കിളിൽ പോകുന്നതിനിടെ കുഴഞ്ഞു വീണു. കോടാലിയിൽ 14 വയസ്സുകാരൻ മരിച്ചു. ദേശീയപാതയിൽ കാറിടിച്ച് വയോധികന് ദാരുണാന്ത്യം. അപകടം പുതുക്കാട് കുറുമാലിയിൽ. പുലക്കാട്ടുകര ചന്ദ്ര വർക്ക്ഷോപ്പിൽ മോഷണം. 1.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു. ആമ്പല്ലൂരിൽ അശാസ്ത്രീയ അടിപ്പാത നിർമ്മാണം. നെന്മണിക്കര ഗ്രാമം വെള്ളക്കെട്ടിലാകുമെന്ന് ആശങ്ക. റോഡിൽ ടാറിംഗ് ഓയിൽ ഒഴുക്കി സാമൂഹിക വിരുദ്ധർ. ഫയർഫോഴ്സ് സോപ്പ് പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി. മിൽമ പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. പുതുക്കിയ വില ജൂൺ 1 മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അധികാരമേൽക്കുന്ന പുതിയ UDF മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയുടെ വകുപ്പ് ലിസ്റ്റാണ് പുറത്തു വന്നത്. പ്രമുഖർക്കൊപ്പം വലിയൊരു യുവനിരയും ഉൾപ്പെടുന്നതാണ് പുതിയ മന്ത്രിസഭ. സംസ്ഥാനത്ത് അധികാരമേൽക്കുന്ന പുതിയ UDF മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയുടെ ലിസ്റ്റാണ് പുറത്തുവന്നത്. പ്രമുഖർക്കൊപ്പം വലിയൊരു യുവനിരയും ഉൾപ്പെടുന്നതാണ് പുതിയ മന്ത്രിസഭ. തീവ്രമായ ചർച്ചകൾക്കൊടുവിലാണ് VD സതീശൻ മന്ത്രിസഭയിലെ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം, നിയമം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യും. സീനിയർ നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും ലഭിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായവും IT-യുമാണ് നൽകിയിരിക്കുന്നത്. K മുരളീധരൻ ആരോഗ്യ ദേവസ്വം മന്ത്രിയാകും. സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പും മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പും ഷിബു ബേബി ജോൺ വനം വകുപ്പും കൈകാര്യം ചെയ്യും. അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസും, CP ജോണിന് ഗതാഗതവും, AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും ലഭിച്ചു. മുസ്ലിം ലീഗിലെ N ഷംസുദ്ദീനാണ് പുതിയ വിദ്യാഭ്യാസ ന്യൂനപക്ഷക്ഷേമ മന്ത്രി. യുവനിരയ്ക്ക് വലിയ പ്രാധാന്യമാണ് സതീശൻ മന്ത്രിസഭയിൽ നൽകിയിരിക്കുന്നത്. PC വിഷ്ണുനാഥ് ടൂറിസവും സാംസ്കാരികവും കൈകാര്യം ചെയ്യുമ്പോൾ റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസവും, M ലിജുവിന് എക്സൈസ് സഹകരണ വകുപ്പുകളും ലഭിച്ചു. KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാകും. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമവും, KA തുളസി പിന്നോക്കക്ഷേമവും കൈകാര്യം ചെയ്യും. ഇവരാണ് മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യങ്ങൾ. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും, V അബ്ദുൽ ഗഫൂർ ഫിഷറീസും, T സിദ്ദീഖ് കൃഷി വകുപ്പും കൈകാര്യം ചെയ്യും. യുവജനക്ഷേമവും കായികവും OG ജനീഷിനാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ മന്ത്രിസഭ ഔദ്യോഗികമായി അധികാരമേൽക്കും. കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ജനകീയ സമരങ്ങൾക്കും വഴിവെച്ച K-റെയിൽ പദ്ധതി UDF സർക്കാർ റദ്ദാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ജനകീയ സമരങ്ങൾക്കും വഴിവെച്ച K-റെയിൽ പദ്ധതി UDF സർക്കാർ റദ്ദാക്കി. മുഖ്യമന്ത്രി VD സതീശനാണ് മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായും പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് UDF സർക്കാർ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള നിർണായക തീരുമാനം കൈക്കൊണ്ടത്. UDF സബ് കമ്മിറ്റി പഠിച്ച് സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പദ്ധതിക്കായി പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും ഭൂമി ഏറ്റെടുക്കൽ തീരുമാനങ്ങളും റദ്ദാക്കി. K-റെയിൽ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കെതിരെ എടുത്ത പോലീസ് കേസുകൾ പിൻവലിക്കാൻ ശുപാർശ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സിൽവർ ലൈന് പകരം അതിവേഗ ഇടനാഴി, സ്പീഡ് കൊറിഡോർ എന്നിവ സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൈക്കിളിൽ ട്യൂഷന് പോകുന്നതിനിടെ കുഴഞ്ഞു വീണ വിദ്യാർത്ഥി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു. സൈക്കിളിൽ ട്യൂഷന് പോകുന്നതിനിടെ കുഴഞ്ഞു വീണ വിദ്യാർത്ഥി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരിച്ചു. കോടാലി മുരുക്കുങ്ങൽ പുത്തനോളിൽ ഒലവക്കോടൻ മുസമ്മിൽ അഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുസാഫിറാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. കോടാലിയിൽ വെച്ച് കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ ഉടൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സീനത്താണ് മാതാവ്, മോഹ്സിന സഹോദരിയാണ്. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കാറിടിച്ച് വയോധികൻ മരിച്ചു. മടവാക്കര സ്വദേശി
കുത്തോടിയിൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കാറിടിച്ച് വയോധികൻ മരിച്ചു. മടവാക്കര സ്വദേശി കുത്തോടിയിൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ബുധനാഴ്ച രാവിലെ 10-നായിരുന്നു അപകടം. ഇവരുടെ കുറുമാലിയിലുള്ള പഴയ വീട്ടിലെത്തിയ ശേഷം ബസ് കയറാനായി ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് ജോസഫിനെ കാറിടിച്ചത്. ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അമ്മിണിയാണ് ഭാര്യ. സിജു, സിമി, അജോ എന്നിവർ മക്കളും ആൻഡ്രൂസ്, നീതു എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകരയിലെ ചന്ദ്ര വർക്ക്ഷോപ്പിൽ മോഷണം. കാർ ബാറ്ററികളും വില കൂടിയ സ്കാനിംഗ് ടാബ്ലറ്റുകളും ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നത്. പുലക്കാട്ടുകരയിലെ ചന്ദ്ര വർക്ക്ഷോപ്പിൽ മോഷണം. കാറുകളിൽ ഉപയോഗിക്കുന്ന 5 ബാറ്ററി, ആഡംബര വാഹനങ്ങൾ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്, 3 മൊബൈൽ ഫോൺ, 2000 രൂപ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ പറയുന്നു. സ്ഥാപനത്തിലെ CCTV ക്യാമറ പുറത്തേക്ക് തിരിച്ചുവെച്ച് ഓഫീസിലുള്ള DVR ഓഫ് ചെയ്ത ശേഷമാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം. രാത്രി 11 വരെ ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാർ പോയതിനു പിന്നാലെയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നിരിക്കുന്നത്. ഉടമ പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പുതുക്കാട്ടുകര വർക്ക്ഷോപ്പ് പ്രീമിയം വണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് ചന്ദ്ര ഓട്ടോ ഗാരേജ്. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം രാത്രി 11 വരെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയതിന് ശേഷമാണ് ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വന്ന് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അവർ CCTV തിരിച്ചു വെച്ചിട്ടാണ്, എന്തായാലും മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആരെങ്കിലും നോക്കിയിട്ടുള്ള ആൾക്കാരാണ് ചെയ്തതെന്ന് തോന്നുന്നത്. CCTV നേരെ തിരിച്ച് വേറെ പറമ്പിലേക്ക് അപ്പുറത്തെ വീടിൻ്റെ അവിടേക്ക് തിരിച്ചു വയ്ക്കുകയും ഇതുവഴി കയറി വന്നിട്ട് നേരെ വൈഫൈ ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്കാനർ ടൂളുണ്ട്, വണ്ടികൾ സ്കാൻ ചെയ്യാനുള്ളത്, സോഫ്റ്റ്വെയർ ഉള്ള സ്കാനറാണ്. ആ ടൂളും കൊണ്ടുപോയി അതിനുള്ളിൽ പൈസ കുറച്ച് കുറി കൈപ്പടയുടെ ഉള്ളിൽ വെച്ച് ഒരു 10-2000 ക്യാഷ് ഉണ്ടായിരുന്നു. വേറെ കുറച്ച് പൈസ വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാഷും പോയി. പിന്നെ 2 ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു, പഴയ ഫോണുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. പിന്നെ അത് കൂടാണ്ട് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രീമിയം വണ്ടിയുള്ള ബാറ്ററികളാണ്. ആ ബാറ്ററികൾ വെച്ച് ഒരു 3-5 ബാറ്ററിയും എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ 6 വർഷമായിട്ട് ഞാൻ ഈ സ്ഥാപനം കൊണ്ടുവന്നത് ഇന്നേ വരെയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റേതായ കാര്യങ്ങൾ നോക്കണ്ടേ. എത്രയും പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ അത്രയും അന്ന് നല്ലതെന്ന് വിചാരിക്കും. ദേശീയപാത ആമ്പലൂരിൽ അശാസ്ത്രീയ അടിപ്പാത നിർമ്മാണം മൂലം നെന്മണിക്കര ഗ്രാമം വെള്ളക്കെട്ടിലാകുമെന്ന ആശങ്ക. കേളിത്തോട് മുതൽ മണലിപ്പുഴ വരെ വെള്ളം ഒഴുക്കാനായി ഡ്രൈനേജ് നിർമ്മിക്കാത്തതാണ് ആശങ്കയ്ക്ക് ആധാരം. നെന്മണിക്കര പഞ്ചായത്തിന്റെ പരാതിയെ തുടർന്ന് ദേശീയപാത അധികൃതർ ആമ്പല്ലൂരിൽ പരിശോധന നടത്തി. മഴക്കാലത്തിനു മുൻപ് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നെന്മണിക്കര പഞ്ചായത്തിന്റെ ആവശ്യം. ദേശീയപാതയിൽ അടിപ്പാതയുള്ള ഭാഗങ്ങളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന വെള്ളം നെന്മണിക്കര ഭാഗത്തേക്കാണ് എത്തുന്നത്. ഇത് കൃത്യമായി ഒഴുക്കിക്കളയാൻ സംവിധാനമില്ലാത്തതാണ് പ്രശ്നം. നെന്മണിക്കരയിലേക്കുള്ള 3 റോഡുകളുടെയും പ്രവേശന ഭാഗത്ത് ഇതുമൂലം വെള്ളക്കെട്ടും ചെളിയും നിറയാനാണ് സാധ്യത. ഇതോടെ 500-ലധികം വീടുകളിലേക്കും ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനം എന്നിവിടങ്ങളിലേക്കുള്ള പാത തടസ്സപ്പെടുകയോ അപകടം നിറഞ്ഞതോ ആകും. ഇതൊഴിവാക്കാൻ ദേശീയപാത മറികടന്ന് വെള്ളം പുഴയിലേക്കൊഴുക്കാൻ ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യം. ആമ്പല്ലൂരിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. റോഡ് ടാറിങ്ങിനായി എത്തിച്ച മിക്സിംഗ് ഓയിൽ സാമൂഹ്യ വിരുദ്ധർ റോഡിലേക്ക് മറിച്ചിട്ടു. റോഡിൽ പരന്ന ഓയിലിൽ തെന്നി വീണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. തുടർന്ന് പുതുക്കാട് ഫയർഫോഴ്സ് സംഘമെത്തി സോപ്പ് പൊടിയും വെള്ളവും ഉപയോഗിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡ് പൂർണ്ണമായും കഴുകി വൃത്തിയാക്കിയത്. ആമ്പല്ലൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. റോഡ് ടാറിങ്ങിനായി എത്തിച്ച മിക്സിംഗ് ഓയിൽ സാമൂഹ്യവിരുദ്ധർ റോഡിലേക്ക് മറിച്ചിട്ടു. റോഡിൽ പരന്ന ഓയിൽ തെന്നി വീണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. തുടർന്ന് പുതുക്കാട് ഫയർഫോഴ്സ് സംഘമെത്തി സോപ്പ് പൊടിയും വെള്ളവും ഉപയോഗിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡ് പൂർണ്ണമായും വൃത്തിയാക്കിയത്. ആമ്പല്ലൂർ കള്ളായി PWD റോഡിലെ മുട്ടിത്തടി പ്ലാവുകുന്ന് പ്രദേശത്തിന് സമീപമുള്ള യൂണിയൻ സ്റ്റോപ്പ് ഭാഗത്തെ റോഡിലാണ് സംഭവം. പ്രദേശത്തെ റോഡ് ടാറിംഗ് ജോലികൾക്കായി എത്തിച്ചിരുന്ന മിക്സിംഗ് ഓയിലാണ് സാമൂഹ്യവിരുദ്ധർ റോഡിലേക്ക് പൂർണ്ണമായും മറിച്ചിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ വഴി കടന്നുപോയ സ്കൂട്ടർ യാത്രികയായ പെൺകുട്ടി റോഡിലെ ഓയിലിൽ തെന്നി വീഴുകയായിരുന്നു. അപകടം കണ്ടയുടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പ്രഥമ ശുശ്രൂഷ നൽകി. റോഡിൽ ടാറിംഗ് ഓയിൽ ഒഴുകിപ്പരന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. തുടർന്ന് നാട്ടുകാർ ഉടൻ തന്നെ പുതുക്കാട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം റോഡിലെ വഴുക്കൽ മാറ്റാൻ സോപ്പ് പൊടിയും അതോടൊപ്പം ശക്തമായ ജലപ്രവാഹവും ഉപയോഗിച്ച് റോഡ് കഴുകി വൃത്തിയാക്കി. ഏകദേശം 1 മണിക്കൂറോളം നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമാക്കാൻ സാധിച്ചത്.
സംസ്ഥാനത്ത് മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ജൂൺ മാസം 1-ാം തീയതി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരുമെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് വില വർധനയ്ക്കായുള്ള തീരുമാനം ഉണ്ടായത്. പാലിന് പുറമെ തൈര്, നെയ്യ്, പേട ഉൾപ്പെടെയുള്ള മറ്റ് മിൽമ ഉൽപ്പന്നങ്ങൾക്കും വില കൂടുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാകും. പുതുക്കിയ വില വിവരങ്ങൾ സംബന്ധിച്ച വിശദമായ പട്ടിക വരും ദിവസങ്ങളിൽ മിൽമ പുറത്തുവിടും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണത്തിന്റെ ഭാഗമായി പുതുക്കാട് ടൗൺ പ്രദേശം ശുചീകരിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ മെഗാ ശുചീകരണത്തിന്റെ ഭാഗമായി പുതുക്കാട് ടൗൺ പ്രദേശം ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG ജോജു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, അംഗനവാടി പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ യജ്ഞം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PR ജോൺ എന്നിവരും സംബന്ധിച്ചു. ആശാവർക്കർമാര്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, തൊഴിലുറപ്പ്, കുടുംബശ്രീ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മള് പുതുക്കാട് ടൗൺ ഭാഗമായ പുതുക്കാട് 2-ാം വാർഡിനെ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. പ്ലാസ്റ്റിക് വിമുക്ത പ്രദേശമാക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളായിക്കൊണ്ട് തന്നെ ഈ ശുചീകരണം കൃത്യമായിട്ട് നമ്മുടെ ഈ അങ്ങാടി വൃത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങാടി ക്ലീൻ ആക്കുകയാണ്. അതിലേക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ ശക്തി കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഹരിതകർമ്മസേനയാണെങ്കിലും ആശാപ്രവർത്തകരാണെങ്കിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പഞ്ചായത്ത് ജീവനക്കാരായാലും കുടുംബശ്രീ ഉണ്ട്. നമ്മുടെ പഞ്ചായത്ത് ശുചീകരണ യജ്ഞത്തിന് തുടക്കമായിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിവിധ വാർഡുകളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പുതുക്കാട് ടൗൺ 2-ാം വാർഡിനെ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തികൾ നടത്താനുള്ള ഒരുക്കത്തിലാണ്. മുഖ്യമന്ത്രി VD സതീശനും UDF സർക്കാരിനും അഭിവാദ്യമർപ്പിച്ച് പുതുക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പുതുക്കാട് അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ്, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, രതി ബാബു, വർഗീസ് തെക്കേത്തല, ജോയ് വല്ലച്ചിറക്കാരൻ, സിജു പയ്യപ്പള്ളി, ജയൻ T ജോൺ, ജോഷി ജോയ്, ലിനി ബിജു, സച്ചിൻ ഷാജു, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധനവ്. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് ബുധനാഴ്ച ഒറ്റയടിക്ക് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധനവ്. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് ബുധനാഴ്ച ഒറ്റയടിക്ക് വർദ്ധിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുകയാണ്. ബുധനാഴ്ച മാത്രം ഗ്രാമിന് 140 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണം വാങ്ങാൻ 14,585 രൂപ നൽകണം. പവന് 1120 രൂപ ഉയർന്നതോടെ വിപണി വില 1,16,120 രൂപയിലെത്തി. പണിക്കൂലിയും GSTയും കൂടി ചേരുമ്പോൾ ഉപഭോക്താക്കൾ ഇതിലും വലിയ തുക ജ്വല്ലറികളിൽ നൽകേണ്ടി വരും. ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം കൂട്ടിയതാണ് നിലവിലെ ഈ വിലക്കയറ്റത്തിന് പ്രധാന കാരണം. മെയ് 13-ന് ഒറ്റയടിക്ക് പവന് 10,200 രൂപയോളമാണ് വിപണിയിൽ വർദ്ധിച്ചത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് 1,23,120 രൂപയായി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയെങ്കിലും വില വീണ്ടും മുകളിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. വിവാഹവാർഷികങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണ കുടുംബങ്ങളെയാണ് ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളും ഇറക്കുമതി നിയന്ത്രണങ്ങളും തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. 41 വർഷത്തെ സേവനം പൂർത്തിയാക്കി താളുപ്പാടം അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ലിസിക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി താളുപ്പാടം നിവാസികൾ. 41 വർഷത്തെ സേവനം പൂർത്തിയാക്കി താളുപ്പാടം അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ലിസിക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി താളുപ്പാടം നിവാസികൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ നൂർജഹാൻ നവാസ് അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ സവിത ജനനൻ, 6-ാം വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, മുൻ മെമ്പർ ലൈല ബഷീർ, ബിന്ദു, അങ്കണവാടി ഹെൽപ്പർ പ്രിയ രാധാകൃഷ്ണൻ, മഞ്ജു ജസ്റ്റിൻ, ഗ്രേസി വർഗീസ്, ബേബി കണ്ണമ്പടത്തി, പ്രോഗ്രാം കൺവീനർ ലിയ സിബി തുടങ്ങിയവർ സംബന്ധിച്ചു. ALMC അംഗങ്ങൾ ചടങ്ങിന് നേതൃത്വം നൽകി.
ഇത് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ഈ റിട്ടയർമെന്റ് ആയാൽ മതി. എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ പിന്നെ ഉള്ള ടീച്ചർമാരെ ആശ്രയിച്ച് അവരുടെ അടുത്ത് പോയി അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. യോഗം അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ നവാസ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ താരം എന്ന് നമുക്ക് പറയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട 41 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ ടീച്ചർ ലിസി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ മുൻ മെമ്പർ ലൈല മെമ്പർ, പിന്നെ ആശംസകൾ അർപ്പിക്കാനെത്താൻ ഇരിക്കുന്ന നമ്മുടെ ബ്ലോക്ക് മെമ്പർ സവിത, അതുപോലെ തന്നെ ഇവിടെ ഉള്ള അംഗൻവാടിയുടെ നമ്മുടെ ഹെൽപ്പർ ആയിട്ട് പ്രിയ ടീച്ചർ. പറയാറ് അപ്പോൾ എന്താ പറയാ, എൻ്റെ മോളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഭയങ്കര മടിച്ചായിരുന്നു, കരച്ചിലായിരുന്നു. ടീച്ചറെ സാരി തുമ്പിൽ ചുറ്റി കെട്ടി ഇങ്ങനെ നിൽക്കും. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയ ബന്ധങ്ങളാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആവണേ മുന്നേ തന്നെ ആശാ വർക്കറായിട്ടാണെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കോണ്ടാക്റ്റുകളുണ്ട്. വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിൻ്റെ സ്കൂൾ ലെവൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ബൈജു മുള്ളക്കര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ ജോവൽ B ജോസഫ് അധ്യക്ഷത വഹിച്ചു. 40 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൻ്റെ മാസ്റ്റർ ട്രെയിനർ P ഫ്രാൻസിസ് തോമസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വീഡിയോ എഡിറ്റിംഗ്, റീൽസ് നിർമ്മാണം തുടങ്ങിയവയായിരുന്നു വിഷയങ്ങൾ. കൈറ്റ് മെൻറ്റർ സൽമ സൈമൺ, ലിറ്റിൽ കൈറ്റ്സ് മെൻറ്റർ ലവ്ലി റാഫേൽ, വിദ്യാർത്ഥികളായ മിഷേൽ പോളി, എയ്സൽ ആൻ്റണി, ആൽബിയ ബിനോയ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കനാറ്റുപാടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരുടെ നിയമനത്തിലുള്ള കൂടിക്കാഴ്ച 28/5/2026 നടത്താൻ നിശ്ചയിച്ചിരുന്നു. അന്നേ ദിവസം പൊതു അവധി പ്രഖ്യാപിക്കുകയും മുൻകൂട്ടി നിശ്ചയിച്ച കൂടിക്കാഴ്ച നടത്താൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായതിനാൽ പ്രസ്തുത ദിവസം നടത്താനിരുന്ന കൂടിക്കാഴ്ച 30/5/2026 നടത്തുന്നതാണ്. സ്ഥലത്തിലോ സമയത്തിലോ മാറ്റമില്ല. UGC നെറ്റ് പരീക്ഷയ്ക്ക് ഈ മാസം 20 വരെ അപേക്ഷിക്കാം. ജൂൺ 22 മുതൽ 30 വരെയാണ് പരീക്ഷ. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ 12 പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 1150 രൂപയാണ് ഫീസ്. EWS OBC വിഭാഗങ്ങൾക്ക് 600 രൂപ, പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് 325 രൂപ. വെബ്സൈറ്റ് വഴി ഓൺലൈനിൽ അപേക്ഷിക്കാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,515 രൂപ, പവന് 1,16,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൈക്കിളിൽ പോകുന്നതിനിടെ കുഴഞ്ഞു വീണു. കോടാലിയിൽ 14 വയസ്സുകാരൻ മരിച്ചു. ദേശീയപാതയിൽ കാറിടിച്ച് വയോധികന് ദാരുണാന്ത്യം. അപകടം പുതുക്കാട് കുറുമാലിയിൽ. പുലക്കാട്ടുകര ചന്ദ്ര വർക്ക്ഷോപ്പിൽ മോഷണം. 1.5 ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു. ആമ്പല്ലൂരിൽ അശാസ്ത്രീയ അടിപ്പാത നിർമ്മാണം. നെന്മണിക്കര ഗ്രാമം വെള്ളക്കെട്ടിലാകുമെന്ന് ആശങ്ക. റോഡിൽ ടാറിംഗ് ഓയിൽ ഒഴുക്കി സാമൂഹിക വിരുദ്ധർ. ഫയർഫോഴ്സ് സോപ്പ് പൊടിയിട്ട് കഴുകി വൃത്തിയാക്കി. മിൽമ പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. പുതുക്കിയ വില ജൂൺ 1 മുതൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും Nctv ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ Nctv ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.